ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പല്ലിൻ്റെ അടിയിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കറയുണ്ടല്ലോ, ഒരു ബ്രൗൺ കളറിലുള്ള കറ. ആ കറയും പിന്നെ നമ്മുടെ പല്ലിലെ മഞ്ഞ കറയും എങ്ങനെ എത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്യാന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും പിന്നെ ഉപ്പുമാണ്. ആദ്യം വേണ്ടത് ഇഞ്ചിയും ഉപ്പും കൂടെ ചതച്ചെടുക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ഇഞ്ചിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ചതച്ചെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്നും ചതഞ്ഞാൽ പോരാ, നല്ലപോലെ ചതയണം. എന്നാൽ അരഞ്ഞു പോവുകയും വേണ്ട. ആ ഒരു രീതിയിലാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. ഇതുപോലെ ചതഞ്ഞ് വരുമ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയുടെ നീരാണ്. ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഒരു ഹാഫ് ലെമൺ ജ്യൂസാണ് എടുക്കുന്നത്. കുരുവൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നാരങ്ങേൻ്റെ നീരും പിന്നെ അരച്ച് വെച്ച ഇഞ്ചി ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം കേട്ടോ. അതിന് ശേഷം വേണ്ടത് നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് ഇല്ലേ, ആ ബ്രഷ് എടുത്തിട്ട് അതിലേക്ക് സാധാ ഉപയോഗിക്കുന്ന പേസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്താൽ മതി. നന്നായിട്ട് നമ്മുടെ പല്ലിൻ്റെ കറയൊക്കെ പോകും. നമുക്ക് കൂടുതലായും പല്ലിൻ്റെ കറ ഉണ്ടാവുന്നത് നമ്മുടെ പല്ലിൻ്റെ മേലെ രണ്ട് സൈഡിലും ആയിട്ടായിരിക്കും. രണ്ടു നേരം നമ്മൾ പല്ല് തേക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടെ ബ്രഷിലാക്കിയിട്ട് വേണം തേക്കാൻ കേട്ടോ. എന്നാലാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. 7 ദിവസം ട്രൈ ചെയ്താൽ മതിയാകും. നമ്മൾ ഉപയോഗിച്ച് ബാക്കി വന്ന ഇഞ്ചിൻ്റെ പേസ്റ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.